നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സോക്കർ ഗാലയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ലോകകപ്പിൽ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി ചരിത്ര ഫൈനലിന് കളമൊരുങ്ങുമോ? ബ്രസീൽ അർജന്റീന സൂപ്പർ സെമി വരുമോ? ജർമ്മനി ഫ്രാൻസ് ടീമുകളിൽ ആര് മുന്നേറും? ഒരുപാട് ആവേശ പോരാട്ടങ്ങൾ കാത്തിരിക്കുകയാണ് ആരാധകർ. നോക്കാം നോക്കൌട്ട് ചിത്രം. ഇനി ചെറിയ കളിയില്ല. ഒരു തോൽവി, ഒരു വീഴ്ച, പുറത്തേക്കുള്ള വഴിയൊരുക്കുന്ന നോക്കൌട്ട് സൂപ്പർ പോരാട്ടങ്ങൾ. ലോക ഫുട്ബോളിലെ കരുത്തർക്ക് സ്വർണ്ണ കിരീടത്തിലെത്താൻ വമ്പന്മാരെ മറികടന്നേ തീരൂ. അർജന്റീനയ്ക്കും ബ്രസീലിനും ഇംഗ്ലണ്ടിനും താരതമ്യേന വഴി എളുപ്പമാകുമ്പോൾ എംബപ്പയുടെ ഫ്രാൻസിനും ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലും വന്നുപെട്ടിരിക്കുന്നത് മരണക്കയത്തിൽ. ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടത്തോടെയാണ് നോക്കൌട്ടിന് ഇന്ന് തുടക്കമാകുക. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, സ്പെയിൻ സൂപ്പർ പോരാട്ടത്തിന് സാധ്യത തുറന്നിട്ടാണ് നോക്കൌട്ട് മത്സരക്രമം. റൗണ്ട് ഓഫ് 32-വിൽ ഫ്രാൻസിന് സ്വീഡനും ജർമ്മനിക്ക് പരഗ്വേയും എതിരാളികൾ. ഇരുവരും ജയിച്ചാൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടും. അതായത് മുൻ ചാമ്പ്യന്മാരിലൊരാൾ പ്രീ ക്വാർട്ടറിൽ നാട്ടിലേക്ക് മടങ്ങും. കൊളംബിയയോട് നിർണായക മത്സരത്തിൽ സമനില വഴങ്ങിയതോടെ ഗ്രൂപ്പിൽ രണ്ടാമതായ പോർച്ചുഗലിന് തുടക്കം മുതൽ മരണക്കളി. റൗണ്ട് ഓഫ് 32-വിൽ നേരിടേണ്ടത് കഴിഞ്ഞ 2 ലോകകപ്പുകളിലും സെമി കളിച്ച ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ. അവിടെ ജയിച്ചാൽ നേരിടേണ്ടത് സ്പെയിൻ, ഓസ്ട്രിയ മത്സര വിജയികളെ. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കും ബ്രസീലിനും ഇംഗ്ലണ്ടിനും വൻ വെല്ലുവിളികളില്ലെങ്കിലും എളുപ്പമാകില്ല കാര്യങ്ങൾ. അർജന്റീനയ്ക്ക് ആദ്യ മത്സരത്തിൽ നേരിടേണ്ടത് സ്പെയിനിനെയും യുറുഗ്വേയെയും സൗദിയെയും പിടിച്ചുകെട്ടി ലോകകപ്പിലെ കറുത്ത കുതിരകളായി മാറിയ കേപ്പ് വെർദയെ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്റ്റ്, ഓസ്ട്രേലിയ മത്സര വിജയിയാകും അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരിക. ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ്, അൾജീരിയ, കൊളംബിയ, ഘാന എന്നീ ടീമുകളിൽ ഒന്നിനെ നേരിട്ട് അർജന്റീനയ്ക്ക് സെമി വരെ എത്താം. ബ്രസീലിന് ആദ്യ എതിരാളികൾ ഏഷ്യൻ പവർ ഹൗസുകളായ ജപ്പാൻ. അവിടെ ജയിക്കാനായാൽ പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടത് നോർവേ, ഐവറി കോസ്റ്റ മത്സരത്തിലെ വിജയികളെ. ക്വാർട്ടറിലെത്തുമ്പോൾ കളി മാറും. ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് ബ്രസീലിന്. ഇംഗ്ലണ്ടിന് 1-ാം റൗണ്ടിൽ കോങ്കോയാണ് എതിരാളികൾ. പ്രീ ക്വാർട്ടറിൽ ഇക്വഡോർ, മെക്സിക്കോ മത്സര വിജയികളെ നേരിടേണ്ടി വരും. ക്വാർട്ടർ വരെ ബ്രസീലും ഇംഗ്ലണ്ടും വന്നാൽ സൂപ്പർ പോരാട്ടം കാണാം ആരാധകർക്ക്. ബെൽജിയത്തിന് സെനഗലും അമേരിക്കയ്ക്ക് ബോസ്നിയയുമാണ് റൗണ്ട് ഓഫ് 32-വിൽ എതിരാളികൾ. വിജയികൾ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടും. അർജന്റീനയും ബ്രസീലും സെമി വരെ എത്തിയാൽ ആരാധകർ കാത്തിരിക്കുന്ന മെസ്സി നെയ്മർ പോരാട്ടം ലോകകപ്പിൽ കാണാനുള്ള അവസരം. 1990-ന് ശേഷം ഇന്നുവരെ ലോകകപ്പിൽ അർജന്റീനയും ബ്രസീലും നേർക്കുനേർ വന്നിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി ഫൈനൽ പോരാട്ടത്തിനുള്ള സാധ്യത ഇത്തവണ നോക്കൌട്ടിലുണ്ട്. 2 ടീമുകളും ഫൈനൽ വരെ എത്തണമെന്ന് മാത്രം. കുഞ്ഞൻ ടീമുകളുടെ അട്ടിമറിയും ആഫ്രിക്കൻ മുന്നേറ്റവും കണ്ട ഗ്രൂപ്പ് ഘട്ടം നോക്കൌട്ടിലും കാത്തുവച്ചിരിക്കുന്നത് അത്ഭുത പ്രകടനങ്ങളാകാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. നോക്കൌട്ട് ഘട്ടത്തിന്റെ വിലയിരുത്തലുമായി ഫുട്ബോൾ ഗവേഷകനും മാധ്യമപ്രവർത്തകനുമായ മുഹമ്മദ് ദാവൂദ് ചേരുകയാണ്. ദാവൂദ്, നമസ്കാരം. എന്തായാലും നോക്കൌട്ട് ഇങ്ങെത്തി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പോർച്ചുഗലിനും ജർമ്മനി, അതോടൊപ്പം ഫ്രാൻസ് ടീമുകൾക്ക് അല്പം കടുപ്പവും അർജന്റീന, ബ്രസീൽ ടീമുകൾക്ക് താരതമ്യേന എളുപ്പം എന്നൊക്കെ വിലയിരുത്തൽ വരുന്നുണ്ട്. എന്തു തോന്നുന്നു ഈ നോക്കൌട്ട് ചിത്രം കാണുമ്പോൾ? ചിത്രം കാണുമ്പോൾ പൊതുവായ ഒരു ഒറ്റനോട്ടത്തിലുള്ള വിലയിരുത്തൽ അത് തന്നെയാണ്. കാരണം ഒരു ബാലൻസ്ഡ് അല്ല എന്ന് തോന്നും. 2 പാത്തും ഫൈനലിലേക്കുള്ള 2 പാത്തും ഒരു തട്ട്, ഒരു ത്രാസിന്റെ ഒരു തട്ട് താഴെയും ഒരു തട്ട് മുകളിലും നിൽക്കുന്ന പോലെ തോന്നും. കാരണം ശക്തരായ യൂറോപ്യൻ ടീമുകളെല്ലാം ഒരു ബ്രാക്കറ്റിൽ ഒരു ഫൈനൽ പാത്തിൽ പെട്ടു. ഇംഗ്ലണ്ട് ഒഴികെയുള്ള ബാക്കി ഫ്രാൻസ്, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, ജർമ്മനി ഇങ്ങനത്തെ ശക്തരായ യൂറോപ്യൻ ടീമുകളെല്ലാം ഒരു വഴിയിലൂടെ മുന്നേറേണ്ടി വരും. അതിൽ തന്നെ റൗണ്ട് 6 തന്നെ ഫ്രാൻസ്, ജർമ്മനി മത്സരവും അതുപോലെ തന്നെ പോർച്ചുഗൽ, സ്പെയിൻ മത്സരവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഈ ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് പിന്നെ റൗണ്ട് ഓഫ് 16 വരുമ്പോൾ തന്നെ ഈ മത്സരം ഒരുപക്ഷെ ഫൈനൽ പോലും ആവാമായിരുന്ന മത്സരങ്ങൾ റൗണ്ട് ഓഫ് 32-വിൽ തന്നെ കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വഴി, യൂറോപ്യൻ ടീമുകളുടെ വഴി കുറച്ച് കടുപ്പമാണ്. ഒരു മിനി യൂറോ കപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ നടക്കുന്നുണ്ട്. അപ്പുറം ബ്രസീലിനും അർജന്റീനയ്ക്കും പൊതുവെ നമ്മുടെ കടലാസിൽ കരുത്ത് വിലയിരുത്തുമ്പോൾ
വഴി താരതമ്യേന എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഈ ലോകകപ്പിൽ മികവ് പ്രകടിപ്പിച്ച ടീമുകളാണ് അവർക്ക് മുന്നിലുമുള്ളത്. ബ്രസീലിന് ജപ്പാന് എതിരാളികളായിട്ടുണ്ട്. അർജന്റീന താരതമ്യേന മത്സരം എളുപ്പമാണ്. പക്ഷേ അവർക്ക് കൊളംബിയ, അവരുടെ വൻകരയിൽ നിന്ന് തന്നെയുള്ള കൊളംബിയ, ശക്തരായ കൊളംബിയ, പോർച്ചുഗലിനെതിരെ മനോഹരമായ മത്സരം കാഴ്ചവെച്ച കൊളംബിയ എതിരാളികളായി വരുന്നുണ്ട് ക്വാർട്ടറിൽ എത്തുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആദ്യ വിലയിരുത്തലിൽ യൂറോപ്യൻ ടീമുകൾക്ക് പൊതുവെ ഫൈനലിലേക്കുള്ള വഴി കുറച്ച് കടുപ്പമാണെന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും അത് ഈ കൊളംബിയ പോർച്ചുഗൽ മത്സരം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പോർച്ചുഗൽ ജയിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ക്വാർട്ടറിൽ അർജന്റീന പോർച്ചുഗൽ മത്സരം കാണാനുമാകുമായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത, ചെറിയ ടീമുകൾ എന്ന് വിലയിരുത്തിയവരും മികച്ച പ്രകടനമാണ് നടത്തിയത്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ടീമുകൾ തന്നെ 10ൽ 9 ടീമുകളും നോക്കൌട്ടിലെത്തിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഒരു മാറിയ മുഖം എന്നൊക്കെ പറയാനാകുമോ? തീർച്ചയായിട്ടും നമ്മുടെ വിലയിരുത്തലുകളെല്ലാം അട്ടിമറിച്ചൊരു ലോകകപ്പായിരുന്നു ഇത്തവണ. കാരണം പല ചെറിയ ടീമുകൾ വരുമ്പോൾ മൊത്തത്തിൽ ഒരു മത്സരങ്ങളുടെ നിലവാരത്തിലൊരു അന്തരം വരും, ടീമുകളുടെ നിലവാരത്തിൽ അന്തരം വരും, മത്സരങ്ങളുടെ നിലവാരം നഷ്ടപ്പെടുമെന്നൊക്കെ പൊതുവെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലെ ചൂടിൽ വാടിത്തറുന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമുക്കൊരു അപ്രതീക്ഷിതമായ ഒരു മത്സരം, അപ്രതീക്ഷിതം എന്നല്ല, നമുക്ക് സ്കോർ ലൈൻ കാണുമ്പോൾ നിരാശപ്പെടുത്തിയ ഒരു മത്സരം എന്ന് പറയുന്നത് ക്യുറസാവോ ജർമ്മനി മത്സരം മാത്രമാണ്. 7-1 എന്ന സ്കോറിൽ ജർമ്മനി ജയിച്ചു. പക്ഷെ ആ മത്സരത്തിൽ പോലും ക്യുറസാവോക്ക് അവരുടേതായ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ലോകകപ്പിൽ തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടുത്തിയ ടീം എല്ലാവരും കാണുന്ന പോലെ കേപ്പ് വെർദെ തന്നെയാണ്. ആഫ്രിക്കൻ ടീമായ കേപ്പ് വെർദെ ഒരു മത്സരം പോലും തോൽക്കാതെ അവർ നോക്കൌട്ടിലേക്ക് മുന്നേറി. ശരിക്കും ഈ 9 ആഫ്രിക്കൻ ടീമുകൾ ഈ ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് മുന്നേറി എന്നുള്ളത് തന്നെ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഒരു മാറുന്ന മുഖം തീർച്ചയായിട്ടും എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം പണ്ട് ഫിസിക്കൽ ഗെയിം മാത്രം കളിച്ചുകൊണ്ടിരുന്നവരെന്ന് അവരെ വിലയിരുത്തിക്കൊണ്ടിരുന്നതെന്ന് മാറി വളരെ ടാക്ടിക്കലായിട്ട്, ഇപ്പൊ മൊറോക്കോ പോലെ ഒരു ടീം ബ്രസീലിനെതിരെ കളിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ വളരെ ടാക്ടിക്കൽ കളിക്കുന്ന ടീമുകളായിട്ട് ആഫ്രിക്കൻ ടീമുകൾ മാറി. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്തവണ 9 ആഫ്രിക്കൻ ടീമുകൾ നോക്കൌട്ടിൽ എത്തിയത്. തീർച്ചയായിട്ടും ആഫ്രിക്കൻ നേഷൻസ് കപ്പിനും മാറ്റം ഒരു നിലവാര മാറ്റം ഈ ലോകകപ്പിലും തുടർന്നു എന്ന് വേണം പറയാൻ. ദാവൂദ്, അതായത് ഈ ഒരു രീതി പരിശോധിക്കുമ്പോൾ നമുക്ക് ജയിക്കേണ്ടതില്ല, സമനില പിടിച്ചാൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് കടക്കാം എന്ന തരത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അത് തെളിയിക്കുകയാണ് ഈ ടീമുകളൊക്കെ. തീർച്ചയായും വളരെ പ്രാക്ടിക്കലായിട്ട് കളിക്കുക എന്നുള്ളതാണ് ശരിക്കും ഇത്. വെറുതെ അനാവശ്യമായി ആക്രമിച്ച് കയറി മത്സരം ജയിക്കേണ്ടതില്ല. 3 സമനില കൊണ്ടുപോലും 3 പോയിന്റ് കൊണ്ടുപോലും നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു വിലയിരുത്തൽ ടീമുകൾക്കുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രായോഗികമായി ഫുട്ബോൾ പല ടീമുകളും കളിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മൊത്തത്തിൽ ഈ മത്സരങ്ങളുടെ ഒരു ക്വാളിറ്റി ഈ ലോകകപ്പിൽ വളരെ നല്ലതായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം ഒരു മത്സരം പോലും നമ്മളെ വളരെ നിരാശപ്പെടുത്തിയ മത്സരം എന്ന് പറയാവുന്ന മത്സരമില്ല. ചെറിയ ടീമുകളുടെ മത്സരമാണെങ്കിൽ പോലും അവർ വളരെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, അല്ലെങ്കിൽ വളരെ നന്നായി വലിയ ടീമുകളോടുള്ള ഒരു പകപ്പില്ലാതെ കളിച്ചു എന്ന് വേണം പറയാൻ. ദാവൂദ്, അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഈ സൂപ്പർ താരങ്ങളുടെ ആരാധകർക്ക് എന്തായാലും തൃപ്തി നൽകുന്നതാണ് സത്യത്തിൽ ഈ പ്രകടനമൊക്കെ ഉണ്ടായത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ മത്സരത്തിലും അവസാന മത്സരത്തിലും നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി 2ാം മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടുകയും ആ തരത്തിൽ ഒരു പ്രകടനം ഉണ്ടായി. ലിയോണൽ മെസ്സി തുടർച്ചയായി ഗോളുകൾ നേടി. നെയ്മാർ തിരിച്ചെത്തുന്ന ഒരു സന്തോഷം അവിടെ ഉണ്ടായി. ഏർലിംഗ് ഹാലൻഡും എംബപ്പയും ഗോളുകൾ തുടർച്ചയായി നേടുന്നത് കണ്ടു. അത്തരത്തിൽ ഒരുപാട് താരങ്ങളുടെ മികച്ച പ്രകടനം നടന്നതാണ് നമ്മൾ കണ്ടത്. ഈ ലോകകപ്പിന്റെ ഒരു താരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളെ നമ്മൾ പറഞ്ഞാൽ ആരെ ചൂണ്ടിക്കാണിക്കാനാകും? ഈ ലോകകപ്പിന്റെ താരം എന്ന് പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരാൻ മെസ്സി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 39ാം വയസ്സിലും ഇതുപോലുള്ള എല്ലാ മത്സരത്തിലും മികച്ച പ്രകടനം പുറത്തെടുത്തു. 6 ഗോളുകൾ നേടി ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷെ അതിലപ്പുറം മറ്റു പല താരോദയങ്ങളും പുതിയ താരോദയങ്ങളും നമ്മൾ ഈ ലോകകപ്പിൽ കണ്ടു. എന്നെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു താരം എന്ന് പറയുന്നത് മൊറോക്കോയുടെ മിഡ്ഫീൽഡർ ബോവാദിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ബ്രസീലിനെതിരെ ആദ്യ മത്സരത്തിൽ പുറത്തെടുത്ത ഒരു മികവ്, അതായത് ബ്രസീലിയൻ മിഡ്ഫീൽഡിനെ ഔട്ട് ക്ലാസ് ചെയ്ത ഒരു പ്രകടനമായിരുന്നു ബോവാദിയുടേത്. അതും 18ാം വയസ്സിൽ. നമുക്ക് 18ാം വയസ്സിൽ ഒരു നല്ല സ്ട്രൈക്കറെ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. പക്ഷെ 18ാം വയസ്സിൽ ഒരു പാകം വന്ന പക്വത വന്ന ഒരു മിഡ്ഫീൽഡറായിട്ട് ഒരു ബുവാദി പോലെ ഒരു താരത്തെ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ മത്സരം കാണുമ്പോൾ നമ്മൾ ഏറ്റവും എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു താരമായിട്ട് എനിക്ക് തോന്നിയത് മൈക്കൽ ഒലീസയാണ്. ഫ്രാൻസിന് മൈക്കൽ ഒലീസെ. ആ ടീമിൽ നമുക്കറിയാം താര സാന്നിധ്യത്തിന് ഒട്ടും കുറവില്ല. കിലിയൻ എംബപ്പയുണ്ട്, ബലൻ ദിയോർ ജേതാവായ ഉസ്മാൻ ഡെബേൽ. പക്ഷെ ഉള്ളപ്പോൾ തന്നെ ഒലീസയുടെ കാലിൽ പന്ത് കിട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും ആനന്ദിച്ചത്. കാരണം ഒലീസയുടെ ആ ചടുല ചലനങ്ങളും ചടുല നീക്കങ്ങളും ആ ടീമിന് എത്രത്തോളം മുൻതൂക്കം നൽകി എന്നുള്ളതും അതുപോലെ തന്നെ കാണികൾക്ക് എത്ര ആനന്ദം നൽകി എന്നുള്ളതും വിലയിരുത്തുമ്പോൾ
ഒലീസയും ബോവാദിയുമാണ് എന്നെ ഏറ്റവും ഈ ലോകകപ്പിൽ ആകർഷിച്ച താരങ്ങൾ എന്ന് പറയാം. തീർച്ചയായും ഓരോ ലോകകപ്പും ഓരോ പുതിയ താരോദയത്തിന് എല്ലാ കാലത്തും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ഘട്ടം ഇവിടെ ഈ താരങ്ങൾക്കും ഉണ്ട്. അതോടൊപ്പം ഇനി അവസാനമായ ഒരു ചോദ്യം, ഈ ബ്രസീൽ അർജന്റീന സെമിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? റൊണാൾഡോ മെസ്സി ഫൈനൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബ്രസീൽ അർജന്റീനയുടെ പാത പൊതുവെ അർജന്റീന സെമിയിൽ എത്തുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ആദ്യ മത്സരത്തിൽ അവർക്ക് റൗണ്ട് ഓഫ് 32 അവർക്ക് എതിരാളി കേപ്പ് വെർദെയാണ്. കേപ്പ് വെർദെ വെല്ലുവിളി ഉയർത്താമെന്ന് കരുതാമെങ്കിലും അർജന്റീന അത് മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ഈജിപ്തോ ഓസ്ട്രേലിയയോ എതിരാളികളായിട്ട് വരും. അതിനുശേഷം നടക്കുന്ന ക്വാർട്ടർ മത്സരമായിരിക്കും അവരുടെ മുന്നിലുള്ള ഏറ്റവും കടുപ്പേറിയ മത്സരം, കൊളംബിയ. കാരണം കൊളംബിയ ഇപ്പം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഏറ്റവും വലിയ റൈവൽറി ബ്രസീൽ അർജന്റീന അല്ല, ശരിക്കും പറഞ്ഞാൽ അത് കൊളംബിയ അർജന്റീനയാണ്. കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനൽ, അതിന് തുടർച്ചയായിട്ടുള്ള ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഒരു മത്സരത്തിൽ കൊളംബിയ അർജന്റീനയെ തോൽപ്പിച്ചു, ഒരു മത്സരത്തിൽ സമനില പിടിച്ചു. അപ്പൊ ആ രീതിയിൽ കൊളംബിയ വളരെ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന, വളരെ മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. നമ്മൾ പോർച്ചുഗലിനെതിരെ അത് തീർച്ചയായിട്ടും കണ്ടു. അപ്പൊ കൊളംബിയ അർജന്റീന പോരാട്ടം, ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരികയാണെങ്കിൽ അത് അർജന്റീനയുടെ മുന്നോട്ടുള്ള വഴിയെ നിർണ്ണയിക്കും. അതുപോലെ തന്നെ ബ്രസീലിന് എതിരാളികളായി വരുന്ന ജപ്പാൻ, അത് കഴിഞ്ഞാൽ മേ ബി നോർവേ ഓർ ഐവറി കോസ്റ്റ്, ആ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ബ്രസീലിനും ക്വാർട്ടറിൽ ഒരുപക്ഷെ ഇംഗ്ലണ്ട് എതിരാളികളായി വന്നാൽ അതായിരിക്കും അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം. ഇതും ഈ രണ്ട് ടീമുകളും ഈ രീതിയിൽ മുന്നേറിയാൽ നമുക്കൊരു ബ്രസീൽ അർജന്റീന സെമി ഫൈനൽ കാണാനായേക്കും. അപ്പൊ ആ രീതിയിലൊരു പ്രഡിക്ഷൻ കുറച്ചൊക്കെ സാധ്യമായോ ആ വഴി നമുക്ക് കുറച്ചൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ യൂറോപ്യൻ ടീമുകളെ നിരന്നു നിൽക്കുന്ന ബ്രാക്കറ്റിൽ നിന്നും ആരും മുന്നേറും നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. ഫ്രാൻസ് ഉജ്ജ്വലമായ ഫോമിലാണ്. പോർച്ചുഗൽ ഫ്രാൻസിനെയൊക്കെ മറികടന്നിട്ട് വേണം മുന്നോട്ട് വരാൻ, ഫൈനലിൽ എത്താൻ. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കൊരു ഇപ്പോൾ തീർച്ചയായിട്ടും അപ്രതീക്ഷിതം എന്നേ പറയാൻ പറ്റും. തീർച്ചയായും വളരെ നന്ദി ശ്രീ മുഹമ്മദ് ദാവൂദ്. അതൊരു അൺപ്രഡിക്റ്റബിൾ ആയ ഒരു സ്ഥലം കൂടിയാണ് ആ യൂറോപ്യൻ ടീമുകളുടെ ഒരു ഭാഗം എന്നത് വളരെ ശരിയായ ഒരു വിലയിരുത്തലാണ്. പ്രത്യേകിച്ച് അവിടെ നിന്ന് എങ്ങനെ പോർച്ചുഗൽ കടന്നു വരുമെന്നതൊക്കെ നമ്മൾ എന്തായാലും ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വലിയ ആവേശ പോരാട്ടങ്ങൾ ആ ഭാഗങ്ങളിൽ കാണാം എന്നത് കൂടിയാണ്. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ദാവൂദ് ഈ നിമിഷം നമ്മോടൊപ്പം ചേർന്നതിന്. മറ്റു വാർത്തകൾ കൂടി പരിശോധിച്ചാൽ, ലോകകപ്പിൽ വീണ്ടും വിസ്മയിപ്പിച്ച് സൂപ്പർ താരം ലിയോണൽ മെസ്സി. ജോർദാനെതിരായ ഗോളോടെ തുടരെ 7 ലോകകപ്പ് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജോർദാനെതിരെ 1-3 ഗോളിനാണ് അർജന്റീനയുടെ ജയം. വിശ്വവേദിയിൽ ചരിത്രങ്ങൾ തിരുത്തിക്കുറിക്കുന്നത് ലിയോണൽ മെസ്സിക്ക് ഒരു ശീലമായി മാറുകയാണ്. ജോർദാനെതിരായ മത്സരത്തിലും ഗോൾ വേട്ട തുടർന്നതോടെ ലോകകപ്പ് ചരിത്രത്തിൽ മറ്റാർക്കും നേടാനാകാത്ത അത്യപൂർവ റെക്കോർഡ് ഇനി മെസ്സിയുടെ പേരിൽ. ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 7 മത്സരങ്ങൾ സ്കോർ ചെയ്യുന്ന ആദ്യ താരം എന്ന അവിശ്വസനീയമായ റെക്കോർഡ് മിശിഹ സ്വന്തം പേരിലാക്കി. നോക്കൌട്ട് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നതിനാൽ പരിശീലകൻ ലിയോണൽ സ്കാലോണി ആദ്യ 11-ൽ മെസ്സിയെ ഒഴിവാക്കിയാണ് ടീമിനെ കളത്തിലെത്തിച്ചത്. മെസ്സിയെ കൂടാതെ ഓസ്ട്രിയക്കെതിരെ കളിച്ച മറ്റ് 8 താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചു. എന്നാൽ മെസ്സിയോ സീനിയർ താരങ്ങളില്ലാത്ത ഒരു കുറവുമില്ലാതെയാണ് യുവ അർജന്റൈൻ നിര പന്ത് തട്ടിയത്. ജോർദാനെ ഒരു ഘട്ടത്തിലും നിലം തൊടാൻ സമ്മതിക്കാതെ പന്ത് കൈവശം വെച്ച് ഓരോ മിനിറ്റിലും മുന്നേറി. അതിന്റെ ആദ്യ ഫലം 19-ാം മിനിറ്റിൽ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച ലോ സെൽസോ ഫ്രീ കിക്കിലൂടെ ലക്ഷ്യം കണ്ടു. രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയ മെസ്സി മിനിറ്റുകൾക്കകം ലോകകപ്പിലെ 19-ാം ഗോൾ നേടി, അതും അത്യുഗ്രൻ ഫ്രീ കിക്കിലൂടെ. ഒരു ഗോൾ മടക്കിയ ആശ്വാസത്തോടെയാണ് വിശ്വവേദിയിൽ നിന്ന് മടങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന ഇനി റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ 39-ാം വയസ്സിലും അർജന്റീനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന മെസ്സിയുടെ ഫോം എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൊളംബിയക്കെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. മത്സരം ഗോൾ രഹിത സമനിലയായതോടെ കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. പോർച്ചുഗൽ 2ാം സ്ഥാനത്തായാണ് ഫിനിഷ് ചെയ്തത്.
ഗ്രൂപ്പ് ചാമ്പ്യന്മാരാക്കാൻ കളത്തിലെത്തിയ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും സംഘത്തിനും നിരാശ. പറങ്കികളെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കൊളംബിയ ഗ്രൂപ്പ് ജേതാക്കൾ. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമും കാഴ്ചവെച്ചത് മികച്ച മുന്നേറ്റങ്ങൾ. ഇരുവശത്തേക്കും ആക്രമണ പ്രത്യാക്രമണങ്ങൾ. മത്സരത്തിൽ നിർണായകമായത് പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയുടെ നിർണായക സേവുകൾ. കൊളംബിയയുടെ ഗോളെന്ന ഉറച്ച 6 ഷോട്ടുകളാണ് കോസ്റ്റ തട്ടി. പന്തടക്കത്തിലും ഗോൾ ലക്ഷ്യമാക്കിയുള്ള ഷോട്ടുകളിലുമെല്ലാം മുന്നിട്ട് നിന്നത് കൊളംബിയ തന്നെ. മറുവശത്ത് ക്രിസ്ത്യാനോയ്ക്കും സംഘത്തിന് മുതിർക്കാനായത് 13 ഷോട്ടുകൾ. ഓൺ ടാർഗറ്റിലാകട്ടെ 2 എണ്ണം മാത്രം. ഇഞ്ചുറി സമയത്ത് കൊളംബിയയ്ക്ക് ഡേവിസൺ സാഞ്ചസ് വല കുലുക്കിയെങ്കിലും വാർ പരിശോധനയിൽ ഓഫ്സൈഡായി. പിന്നാലെ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. അതേസമയം ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോങ്കോ 1-2 ഗോളുകൾക്ക് ജയിച്ചു. ജയത്തോടെ കോങ്കോ 3ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. റൗണ്ട് ഓഫ് 32-ൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെയും കൊളംബിയ ഘാനയെയും കോങ്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഘാനയെ തോൽപ്പിച്ചാണ് ക്രൊയേഷ്യ നോക്കൌട്ടിലേക്ക് മുന്നേറിയത്. 1-2 ഗോളിനാണ് ക്രൊയേഷ്യയുടെ ജയം. പാനമയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും കണ്ട ത്രില്ലർ പോരാട്ടം. ഒടുവിൽ നിർണായക പോരാട്ടത്തിൽ ഘാനയെ വീഴ്ത്തി ക്രൊയേഷ്യ നോക്കൌട്ടിൽ. പനാമയെ കീഴടക്കി ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായപ്പോൾ 3ാം സ്ഥാനക്കാരായി ഘാനയും റൗണ്ട് ഓഫ് 32-ൽ. നിർണായക പോരിൽ നോക്കൌട്ടിലേക്ക് എത്താൻ ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനും ആവശ്യം ജയമോ സമനിലയോ ആയിരുന്നു. ലക്ഷ്യം നോക്കൌട്ട് ആയതുകൊണ്ട് തന്നെ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ മുന്നേറ്റങ്ങളുമായി കളം നിറഞ്ഞു ക്രൊയേഷ്യ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന പോരുവിളിയുമായി മറുവശത്ത് ഘാന. ഇരു ടീമും പുറത്തെടുത്തത് മിന്നും പ്രകടനം. ആദ്യ അരമണിക്കൂറിൽ ഗോളുകളൊന്നും പിറന്നില്ല. തളരാതെ പോരാടിയ ക്രൊയേഷ്യ 83 മിനിറ്റിൽ വീണ്ടും ലീഡെടുത്തു. മോഡ്രിച്ചിന്റെ കോർണറിന് തലവെച്ച് ഘാനയുടെ വലയിലേക്ക് പന്തെത്തിച്ച് നിക്കോള വ്ലാസിച്ച്. മറുവശത്ത് പനാമയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. 2ാം പകുതിയിലായിരുന്നു 2 ഗോളുകളും പിറന്നത്. ജൂഡ് ബെല്ലിംഗാമും ഹാരി കെയ്നുമാണ് ഇംഗ്ലണ്ടിനായി വല കുലുക്കിയത്. മത്സരത്തിൽ ഹാരി കെയ്ൻ ഗോൾ നേടിയതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ഇംഗ്ലണ്ട് താരമായി മാറി ഹാരി കെയ്ൻ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ റൗണ്ട് ഓഫ് 32-ലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുക. രാത്രി 12:30-ക്കാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ കണക്കപ്പിള്ളക്കളി കഴിഞ്ഞു. ഇനി ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ മടക്കം. വിശ്വവേദിയിൽ മരണപ്പാച്ചിലിന്റെ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് ആരംഭം. റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 1 തോൽവി, 1 സമനില, 1 ജയം എന്നിങ്ങനെ 4 പോയിന്റുമായാണ് ആതിഥേയർ നോക്കൌട്ടിലേക്ക് മുന്നേറിയത്. അതിൽ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്ത് വമ്പൻ ജയവും സ്വന്തമാക്കി. മിന്നും ഫോമിലുള്ള ജൊനാഥൻ ഡേവിഡും സൈൽ ലാരിനുമാണ് കാനഡയുടെ പ്രധാന ആയുധം. മറുവശത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ വമ്പന്മാരെ വിറപ്പിച്ചെത്തുന്ന ദക്ഷിണാഫ്രിക്കയെ അത്ര എളുപ്പത്തിൽ കാനഡയ്ക്ക് മറികടക്കാനാകില്ല. കടുത്ത ശാരീരിക ക്ഷമതയും മിസൈൽ വേഗതയുമുള്ള ഫോർവേഡുകളുമായി കാനഡയുടെ പ്രതിരോധ കോട്ട പൊളിക്കാൻ ഉറച്ചാണ് ദക്ഷിണാഫ്രിക്കൻ ടീം തന്ത്രങ്ങൾ മെനയുന്നത്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് തോറ്റ ദക്ഷിണാഫ്രിക്ക പിന്നീട് ചെക്കിനെ സമനിലയിൽ തളച്ചു.
ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൺ ഹ്യൂങ് മിന്നിന്റെ ദക്ഷിണ കൊറിയയെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക. തോറ്റാൽ പിന്നെ ലോകകപ്പിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വരുമെന്നതിനാൽ ഇരു ടീമുകളും സർവശക്തിയും എടുത്താകും മൈതാനത്ത് പൊരുതുക. ആതിഥേയരുടെ കരുത്തിന് മുന്നിൽ ആഫ്രിക്കൻ തന്ത്രങ്ങൾ ഫലിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. വെൽക്കം ഡെസ്ക്, ന്യൂസ് മലയാളം. ഇനി നോക്കാം സോക്കർ ഗാല ലോകകപ്പ് പ്രവചന മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങളിൽ 131 പേരാണ് ശരിയുത്തരം നൽകി സോക്കർ ഗാല പ്രവചന മത്സരത്തിലെ ബമ്പർ നറുക്കെടുപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നു മുതൽ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടം തുടങ്ങുകയാണ്. നോക്കൌട്ട് മുതൽ കൈനിറയെ പണം വാരാൻ അവസരമൊരുക്കുന്നു സോക്കർ ഗാല പ്രവചന മത്സരം. ബമ്പർ സമ്മാനമായി ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ. എല്ലാ മത്സരത്തിലും പ്രവചനം ശരിയാകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്കാണെങ്കിൽ നോക്കൌട്ടിലെ ഓരോ മത്സരത്തിലും ക്യാഷ് പ്രൈസ് നൽകുകയാണ്. ഇന്ന് നോക്കൌട്ടിൽ ദക്ഷിണാഫ്രിക്ക കാനഡ മത്സരമാണ് റൗണ്ട് ഓഫ് 32 നടക്കുന്നത്. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്ക്രീനിൽ കാണുന്ന 92490 98478 എന്ന നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി ദക്ഷിണാഫ്രിക്ക കാനഡ മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയോടെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോളെന്ന് കൃത്യമായ സ്കോർ കാർഡ് തന്നെ പ്രവചിക്കണം. റൗണ്ട് ഓഫ് 32 ഘട്ടത്തിലെ ഓരോ മത്സരത്തിലും ശരിയായി പ്രവചിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വിജയിക്ക് 2000 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. പ്രവചനം ശരിയാകുന്ന എല്ലാവരെയും ബമ്പർ നറുക്കെടുപ്പിലേക്ക് പരിഗണിക്കും. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫൈനൽ വരെയുള്ള പ്രവചനങ്ങളിലെ വിജയികളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഭാഗ്യശാലിക്ക് ജിടെക് നൽകുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടർ സമ്മാനം ലഭിക്കും. ഇനി നോക്കാം ഇന്നത്തെ താരം. കളിക്കളത്തിൽ കിട്ടുന്ന ആനന്ദമോ കയ്യിൽ കിട്ടുന്ന പണമോ മാത്രമല്ല, ഒരു നാടിന്റെ സ്വപ്നം കൂടിയാണ് ഫുട്ബോൾ എന്ന് തെളിയിച്ച സൂപ്പർ താരമാണ് സാദിയോ മാനെ. സെനഗൽ എന്ന ദരിദ്ര രാഷ്ട്രത്തിനെ ബംബാലി എന്ന ഗ്രാമത്തിൽ ഉള്ളവർക്ക് സാദിയോ മാനെ രക്ഷകനാണ്. ഫ്രാൻസിനെ അട്ടിമറിച്ച സെനഗലാണ് ലോകകപ്പ് ഓർക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ ഓർമ്മയിലെത്തുന്നത്. എന്നാൽ 2026 എത്തുമ്പോൾ സെനഗലിനെ കരുത്തുറ്റ ഒരു സംഘമാക്കി മാറ്റിയതിനു പിന്നിൽ സാദിയോ മാനെ എന്ന സൂപ്പർ താരത്തിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. ബാംബാലിയിലെ ഗ്രാമത്തിലെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് യൂറോപ്യൻ ഫുട്ബോളിന്റെ മടിത്തട്ടിലേക്ക് മാനെ യാത്ര തുടങ്ങിയത്. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ കുട്ടിക്കാലത്ത് കീറിയ ബൂട്ടുകളണിഞ്ഞ് പന്തു തട്ടിയ ബാലൻ. ലിവർപൂളിലും ബയേൺ മ്യൂണിക്കിലും സൗദിയിലെ അൽ നസറിലുമൊക്കെയായി കോടികൾ വാരിക്കൂട്ടിയിട്ടും ആഡംബരങ്ങൾക്ക് മുന്നിലൊന്നും മാനെ സ്വന്തം ഗ്രാമത്തെ മറന്നില്ല. പൊട്ടിയ ഡിസ്പ്ലേയുള്ള ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചവരോട് 10 ഫെരാരി കാറുകളെക്കാൾ തനിക്ക് പ്രധാനം തന്റെ നാട്ടുകാരുടെ വിശപ്പകറ്റലാണെന്ന് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ. ചികിത്സ കിട്ടാതെ നഷ്ടപ്പെട്ട പിതാവിന്റെ ഓർമ്മയ്ക്കായി ബാംബാലിയിൽ ഒരു അത്യാധുനിക ഹോസ്പിറ്റൽ നിർമ്മിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിനും ജീവിക്കാനായി പ്രതിമാസ അലവൻസും മാനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകുന്നുണ്ട്. കളിക്കളത്തിൽ സെനഗലിന്റെ കരുത്താകുമ്പോഴും കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം ആ നാട്ടുകാരുടെ ദൈവമാണ്. കോടികളുടെ പളപളപ്പിലും തന്റെ വേരുകൾ മറക്കാത്ത സാദിയോ മാനെ തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ സുൽത്താൻ. ക്ലബ് ഫുട്ബോളിൽ ലോകം കീഴടക്കിയെങ്കിലും മാനെയുടെ യഥാർത്ഥ രാജകീയത തെളിഞ്ഞത് സെനഗൽ ജേഴ്സിയിൽ. ദേശീയ ടീമിനൊപ്പം നീണ്ട കാത്തിരിപ്പിന് ശേഷം 2021 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിലെ നിർണായക പെനാൽറ്റി ഗോളാക്കി സെനഗലിന്റെ ആദ്യ അഫ്കോൺ കിരീടം. ആ ജയത്തോടെ ഒരു രാജ്യം മുഴുവൻ ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു സെനഗലിന്റെ സുൽത്താൻ എന്ന്. 2025 വീണ്ടും സെനഗൽ അഫ്കോൺ കിരീടമുയർത്തിയപ്പോൾ നിറഞ്ഞു നിന്നത് മാനെ തന്നെ. കിരീടവുമായി സെനഗലിലെത്തിയ അവരുടെ സുൽത്താന് ലഭിച്ചത് ആവേശോജ്വല സ്വീകരണം.
ലോകകപ്പിലും സെനഗലിന്റെ മുഖം മാനെ തന്നെ. ലോകകപ്പിൽ ഇറാഖിനെതിരെ നിർണായക മത്സരത്തിൽ 5 ഗോൾ അടിച്ചുകൂട്ടി നോക്കൌട്ടിലേക്ക് യാത്രയുറപ്പിക്കുമ്പോൾ സെനഗൽ മാനേക്ക് അർഹിക്കുന്ന യാത്രയായി പൊരുക്കുകയാണ്. ഇനിയൊരു ലോകകപ്പിലേക്ക് മാനേക്ക് ബാല്യമുണ്ടായെന്ന് വരില്ല. രാജ്യത്തിനായി, നാടിനായി, ഫുട്ബോളിനായി എല്ലാം നൽകിയ സാദിയോയ്ക്ക് ആ നാടും കൂട്ടുകാരും സന്തോഷം തിരികെ നൽകുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം. സോക്കർ ഗാല ഇനി രാത്രി 9:30 കാണാം. ഇനി ഫയറിന്റെ സമയമാണ്. ഫയറിൽ ലിനിഷ ചേരും.